ഹലോ ഗായ്സ്, നമ്മൾ പിന്നെയും വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റിലാണ് വന്നത്, മൺപാത്ര നിർമ്മാണശാലയിൽ. അപ്പം നമുക്ക് അവിടെ പോയിട്ട് അവർ മൺപാത്രം നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് കാണാം. അവിടെ ചെന്നിട്ട് ബാക്കി ക്ലാസ്സിലുള്ള എല്ലാ പിള്ളേരുമുണ്ട്. ഈ ബാക്കി വന്ന മൂന്നിനെ ശ്രദ്ധിക്കണ്ട, വയ്യാത്ത പിള്ളേരാ. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ കോളേജിൽ നിന്ന് പറഞ്ഞുകൊണ്ട് വന്നത് ഇവിടെ വരുമ്പോൾ മൺചട്ടി ഓരോന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു പൊട്ടിക്കുക, അല്ലെങ്കിൽ വാരി ഫ്രണ്ടിക്കൊണ്ട് പോവാ എന്നൊക്കെയാണ്. പക്ഷെ അവസാനം നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചു. ഇത് ചട്ടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന മണ്ണാണ്. അപ്പൊ നമുക്ക് ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കാണാം. വേറെ മണ്ണും കൂടെ ചേരും അല്ലേ? ഈ കളിമണ്ണിൽ തന്നെ രണ്ടൈറ്റം കളിമണ്ണ്. എന്നിട്ട് പിന്നെ ഈ പൂഴി മണലുണ്ടല്ലോ, പൂഴി മണലുണ്ടല്ലോ, മണലും കൂടെ ഇരിക്കുക. എന്നിട്ടാണ് അരച്ച് തയ്യാറാക്കുക. ഒരു ദിവസം എത്ര എണ്ണം ഉണ്ടാക്കാൻ പറ്റും? ദിവസം ഓരോ സൈസും വ്യത്യാസമുണ്ട്. വലിയ സൈസ് ചട്ടിയാണെങ്കിൽ എണ്ണം കുറച്ച് ഒരു 25 എണ്ണത്തിനകത്തൊക്കെ ചെയ്യണം. പിന്നെ കുറച്ചുകൂടെ ചെറുതാണെങ്കിൽ 25, 30, 35, 40. ഇതാണ് അരച്ച് തയ്യാറാക്കിയ മണ്ണ് ഉണ്ടല്ലോ. ഇതിലാണ് മണ്ണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടില്ലേ ചട്ടി, അതാണ് ചെയ്യാൻ. ഇത്തിരി മണ്ണ് മതി. കുറച്ചുകൂടെ ഹലോ ഗൈസ്, മൺചട്ടി ഉണ്ടാക്കുകയാണ്. നല്ല രസമുണ്ട് കാണാൻ. നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഇത് ഈസിയാണെന്ന് തോന്നും. പക്ഷേ കൊണ്ട് കൈവച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല. അപ്പൊ നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുക എന്ന് മാത്രമാണ് നമ്മളെ കൊണ്ട് പറ്റുന്നത്. ആ മാമൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നെന്ന് ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ അങ്ങനെയല്ല, ഞങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു. അപ്പം ഒടുക്കത്തെ പാടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതിലോട്ട് തൊടാൻ പോയേയില്ല. അപ്പൊ നമ്മൾ കാണുക ഇന്ന് മാത്രമാണ് നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. അങ്ങനെ ചട്ടിയുടെ ഷേപ്പായിരിക്കുകയാണ് ഗായ്സ്. ഫൈനലി നമ്മൾ ചട്ടി ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമ്മളല്ല ആ മാമൻ. ഇതെന്താണെന്ന് പറയുന്ന ആവശ്യമില്ലല്ലോ. ഇത് ചൂടാണ് ഗായ്സ്. നമ്മളെ ചട്ടിയൊക്കെ ചൂടാക്കുന്ന സംഭവമാണല്ലോ. ഇത് മണ്ണ് നമ്മൾ അരച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൈ.